ഗാർലിക് ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബോൺലെസ് ചിക്കനോ അല്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഒന്ന് മുറിച്ചെടുക്കാം. ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്ത് കളയാട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ ഡാർക്ക് സോയാ സോസാണ് ഇതിലേക്ക് ഒഴിക്കണത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ് കേട്ടോ. അപ്പോൾ കോൺഫ്ലോർ ഒരുപാടൊന്നും വേണ്ട നമുക്കിതിലേക്ക്. ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം അളവിൽ മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കോട്ടായിട്ട് വന്നോട്ടെ. ഇനി നമുക്കിതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അതിനുശേഷം പിന്നെ ഇത് തയ്യാറാക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കിയാലോ. ഞാൻ ഇതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട ഒഴിച്ചതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ എന്താ പറയുക, സ്മെല്ലൊന്നും ഇല്ലാത്ത എണ്ണയൊക്കെ ഒന്നും കൂടി നന്നായിട്ട് വരാം. അതായത് വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വെളിച്ചെണ്ണ അല്ലാതെ നിങ്ങളിപ്പോൾ വേറെ എണ്ണയൊന്നും ഉപയോഗിക്കില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ കുഴപ്പമില്ല. അതായത് വെജിറ്റബിൾ ഓയിൽ അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും ഇതിന് നന്നായിട്ട് വരും. ഇപ്പൊ കണ്ടോ, എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ അല്ല നമ്മൾ ചെയ്തെടുക്കണത്. അപ്പോൾ ഓരോ കഷ്ണങ്ങളും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 ബാച്ചായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം ചിക്കൻ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ പുറത്തോട്ട് വരും. പിന്നെ ഇതിപ്പോൾ ബോൺലെസ് ചിക്കൻ ആണല്ലോ, അത് കാരണം ഒരുപാട് സമയം ഒന്നും എടുക്കില്ല അത് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു വെള്ളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നോളൂ. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണതിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ എടുക്കണ ചിക്കൻ്റെ കുക്കിംഗ് ടൈമിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുക. ഇപ്പോൾ ചില ചിക്കൻ അധികം മൂക്കാത്തതായിരിക്കും, അതായത് നല്ല ടെൻഡറായിട്ടുള്ള ചിക്കൻ ആയിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് കുക്കായിട്ട് വരും. പിന്നെ ബോൺലെസ് കഷ്ണങ്ങളൊക്കെ ആകുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ, അതായത് പെട്ടെന്ന് കുക്കായിട്ട് വന്നോളൂ. അപ്പോൾ ഒരു ഭാഗം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 6 മിനിറ്റാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കാം കേട്ടോ, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ ഒരു ഭാഗം. ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇതുപോലെ ഒട്ടിപ്പിടിച്ചത് കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഈസി ആയിട്ട് എടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനി ഈ ഒരു ഭാഗം ഒരു 6-7 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നോട്ടെ. ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഈ ചിക്കൻ പീസസ് ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു പീസ് എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി. കണ്ടില്ലേ, ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു വൈറ്റ് കളറിലേക്ക് വരും ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോൾ. അപ്പോൾ ഇത് മതി. വേണമെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ പീസസ് നിങ്ങൾക്ക് ഒന്നും കൂടി ചെറിയ കഷ്ണങ്ങളാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരു 5 മിനിറ്റോളം നമുക്ക് ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. എല്ലാവിടെയും ഒരുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ. ഇപ്പോൾ കണ്ടോ, ഈ ചിക്കൻ പീസസ് ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി, നമുക്ക് കോരി മാറ്റാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ചിക്കൻ പീസസും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ ചിക്കൻ പീസസിൽ കണ്ടില്ലേ ഫാറ്റ് ഉണ്ട് ആവശ്യത്തിന്. അപ്പോൾ പിന്നെ എണ്ണയുടെ അധികം ആവശ്യമില്ല. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ കണ്ടോ, ചിക്കൻ പീസസ് എല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കണേ നോക്കാം. അപ്പോൾ ഈ സെയിം പാനിൽ തന്നെയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതിലിപ്പോൾ കുറച്ച് ഓയിൽ ഉണ്ട് കേട്ടോ. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് ഉരുകി വന്നോട്ടെ. അപ്പോൾ ബട്ടർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സോൾട്ടഡ് ആണെങ്കിലും അൺസോൾട്ടഡ് ആണെങ്കിലും ഏതാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ സോൾട്ടഡ് ആണെങ്കിൽ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. അല്ലെങ്കിൽ ഉപ്പ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ബട്ടർ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2.5 ടേബിൾ സ്പൂണോളം അളവിൽ വെളുത്തുള്ളി മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് ബട്ടർ ഗാർലിക് ചിക്കൻ അല്ല, അപ്പോൾ വെളുത്തുള്ളി അത്യാവശ്യം തന്നെ വേണം. അപ്പോഴായിരിക്കും നന്നായിട്ട് വരാം. നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് വേണമെങ്കിൽ ഇതുപോലെ വെളുത്തുള്ളിയുടെ പോലെ നല്ല ചെറുതായിട്ട് മുറിച്ചിട്ട് നിങ്ങൾക്ക് ഇടാം കേട്ടോ. ഇവിടെ കുട്ടികളൊക്കെ കഴിക്കുന്നത് കാരണം പച്ചമുളകിൻ്റെ പീസസ് ഒക്കെ കടിക്കുമ്പോൾ
അവർക്ക് നല്ല സ്പൈസി ആയിട്ട് ഫീൽ ചെയ്യണം, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാകുമ്പോഴേ. അപ്പോൾ വലിയവർക്ക് വേണ്ടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളകൊക്കെ ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ഒരു വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വരട്ടെ. പിന്നെ ഇപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂണോളം അളവിൽ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ഒരു അരക്കപ്പോളം വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ കണ്ടോ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഡാർക്ക് സോയാ സോസാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ നിറയെ ഡാർക്ക് സോയാ സോസ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ. അപ്പോൾ ഉപ്പൊക്കെ ശ്രദ്ധിച്ച് ചേർക്കാട്ടോ, പ്രത്യേകിച്ച് സോയാ സോസിൽ ഉപ്പുണ്ട്. അതുപോലെ നിങ്ങൾ സോൾട്ടഡ് ബട്ടർ എടുക്കണമെന്നുണ്ടെങ്കിലും ഉപ്പ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നന്നായിട്ട് ഇതുപോലെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടോ ഇത് ആവശ്യത്തിന് തന്നെ ഒന്ന് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് വഴറ്റിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കോൺഫ്ലോർ ഒന്ന് കുക്കായിട്ട് വരണം കേട്ടോ, അപ്പോഴേക്കും ഇത് നന്നായിട്ട് തിക്കായിട്ട് വന്നോളും. ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് യോജിച്ച് തന്നെ വന്നോളും. നമ്മളിതിപ്പോൾ ഗ്രേവി ആയിട്ടൊന്നുമല്ല തയ്യാറാക്കുന്നത്, ചെറിയൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ മാത്രമേ നമ്മൾ ഈ ഒരു കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചില്ലി ഗാർലിക് സോസും കൂടിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മതി, ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് വരും, അതുപോലെ കുറച്ചും കൂടി സ്പൈസി ആയിട്ട് വരും കേട്ടോ. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം അളവിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഞാൻ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇപ്പം എല്ലാം നന്നായിട്ട് നമ്മൾ ആ ഒഴിച്ച കോൺഫ്ലോറൊക്കെ ഇതിൽ നന്നായിട്ട് കോട്ടായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു പകുതി നാരങ്ങയുടെ നീരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ആണെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ, അവസാനം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ സ്പ്രിംഗ് ഓണിയൻ ലീവ്സ് അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ ബാൽക്കണിയിൽ ഉണ്ടായതാണ് കേട്ടോ സ്പ്രിംഗ് ഓണിയൻ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നാൻ, പൊറോട്ട അങ്ങനെ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇതൊരു ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷല്ല കേട്ടോ. അപ്പം നിങ്ങൾക്കിത് നല്ല സ്പൈസി ആയിട്ട് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത ഒരു കുരുമുളകിൻ്റെ അളവ് കൂടുതലെടുക്കാം. അതുപോലെ ചില്ലി സോസ് ചേർത്തില്ലേ, അതും കൂടുതലായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതുള്ളൂ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.